അപകടത്തിൽ മരിച്ച രഞ്ജിതയുടെ മൃതദേഹം ഇപ്പോൾ ട്രിവാൻഡ്രം എയർപോർട്ടിലേക്ക് കൊണ്ടുവരികയാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ 2 ദിവസത്തിലധികമായി രഞ്ജിതയുടെ സഹോദരനടക്കം DNA പരിശോധനയ്ക്ക് പോയിരുന്നതാണ് അഹമ്മദാബാദിലേക്ക് ഈ പറഞ്ഞതുപോലെ. പക്ഷേ മൃതദേഹം തിരിച്ചറിയാൻ പിന്നെയും 2 ദിവസം താമസിച്ചു. അമ്മയുടെ DNA സാമ്പിൾ അടക്കം എടുത്തതിന് ശേഷമാണ് ഇപ്പോൾ ഈ തിരിച്ചറിഞ്ഞ ഇപ്പോൾ ഭൗതിക ശരീരം രഞ്ജിതയുടെ മൃതദേഹം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. മൃതദേഹത്തെ സ്വീകരിക്കാൻ മന്ത്രി പ്രസാദ് അടക്കമുള്ളവരുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. MA ബേബി ഉണ്ട്. എന്തായാലും രഞ്ജിതയുടെ ഭൗതിക ശരീരം തിരുവനന്തപുരത്ത് എത്തിച്ചിരിക്കുന്നു. ദേവികയാണ് ചേരുന്നത്. ദേവിക, ഈ പറഞ്ഞതുപോലെ ഇത്രയും ദിവസത്തെ ഒരു വേദനയോടുകൂടിയ ഒരു കാത്തിരിപ്പാണ് അത്. ഇപ്പോൾ രഞ്ജിതയുടെ ഭൗതിക ശരീരം അത് നമുക്ക് ഏത് രീതിയിൽ അവരുടെ വീട്ടിലുള്ളവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് പോലും അറിയില്ല. ഒരു നോക്ക് കാണാൻ കൂടി പറ്റാത്ത ഒരു സാഹചര്യമാണ്. എങ്കിൽ കൂടിയും അത് എത്തി, ആ ഭൗതിക ശരീരം എത്തി എന്നുള്ള അത്രയെങ്കിലും ഒരു ഒരു സമാധാനം അവർക്ക് ലഭിക്കുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ട്രിവാൻഡ്രം എയർപോർട്ടിലെത്തിയിട്ടുണ്ട്. മന്ത്രി വി ശിവൻകുട്ടി അടക്കം പിന്നെ റീത്ത് അർപ്പിക്കുന്ന കാഴ്ച കാണാൻ സാധിക്കും. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുണ്ട്, MA ബേബിയുണ്ട്. ദേവിക ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ദേവിക, ഇതിപ്പോൾ എത്ര മണിയോടുകൂടിയാണ് എത്തിച്ചത്? അപ്പോൾ ആരൊക്കെ പ്രമുഖർ അവിടെ ഉണ്ട്? രഞ്ജിതയുടെ മൃതദേഹം സ്വീകരിക്കാൻ, ഏറ്റുവാങ്ങാൻ ഇപ്പോഴാണ് നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ, സംസ്കാരം അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? നേഴ്സായ രഞ്ജിതയും ആ വിമാനത്തിലുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ നിലവിൽ മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 11 മണിയോടെ പത്തനംതിട്ട പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ പൊതുദർശനം ഉണ്ടായിരിക്കും. ജന്മനാടായ ഈ പത്തനംതിട്ടയിലെ സ്വന്തം വിദ്യാലയത്തിലാണ് ഈ പൊതുദർശനം നടക്കുന്നത്. ഈ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും അന്തിമോപചാരം അർപ്പിക്കാൻ മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ളവർ എത്തിയിട്ടുണ്ട്. മന്ത്രിമാരായ DR അനിൽ, വി ശിവൻകുട്ടി, ഗോവിന്ദൻ മാസ്റ്റർ, MA ബേബി, BJP നേതാക്കളായ സുരേഷ് അടക്കമുള്ളവർ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ളവർ ഇപ്പോൾ ഈ വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട്. രഞ്ജിതയുടെ ആദരസൂചകമായി മൃതദേഹം പുല്ലാട്ട് എത്തിക്കുമ്പോൾ ഇന്ന് അവിടെ ആ ജന്മനാട്ടിൽ വ്യാപാരികൾ 1 മണിക്കൂർ നേരം കടകൾ അടച്ചിടുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വൈകുന്നേരം 4 മണിക്കാണ് ഇത്തരത്തിൽ വീട്ടുവളപ്പിൽ മൃതദേഹം സംസ്കരിക്കുക. സ്വപ്നം.